ഞങ്ങൾക്ക് ശങ്കരനെ കൊല്ലണം. ശങ്കരൻ എന്ന് പറഞ്ഞാൽ ഈ വല്യച്ഛനാ, മാന്ത്രികനായ വല്യച്ഛനാണ്. അപ്പം ഞാൻ ചോദിച്ചു ആരാണ് ശരീരത്തിലുള്ളത്. അർദ്ധരാത്രി 1 മണി സമയമായിട്ടുണ്ട്. ആവാഹന ആ സമയത്താണ് ആവാഹിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ധ്യയ്ക്ക് വന്നതാണ്. പക്ഷേ ഇവരെ ഒന്ന് ഭഗവതി എൻ്റെ കൂടെ എൻ്റെ ചൈതന്യമായിട്ട് എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് അസാധ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നമുക്കിവിടെ എടുത്ത് പറയാം. ഭയന്നപ്പോൾ മഹാദേവൻ ഓടിയപ്പോൾ ആദ്യം വന്ന വിദ്യ, ഭഗവതി നിന്ന് വന്ന ആ വിദ്യ കാളിയാണ്. ആദ്യത്തെ വിദ്യ തന്നെ കാളിയാണ്. ഭഗവതിയുടെ 64 കലകളിലത്തെ ഷോഡേശി, ബംഗ്ലാമുഖി, അങ്ങനെ 10 കലകളെ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടാണ് ഭഗവാൻ അവിടെ നിർത്തി. അപ്പോൾ പറയും ശങ്കര ഇത് ഞാൻ തന്നെയാണ്. എന്നാൽ കാളിനെ സേവിക്കുന്ന ഒരു ധൈര്യം, തൻ്റെ ഇടം, ആർജവമുള്ളവരായിരിക്കും. കാരണം കാളി എന്ന് പറയുമ്പോൾ ആ കാളിയുടെ ഊർജം സ്വന്തം ശരീരത്തിലേക്ക് എടുക്കാൻ പ്രാപ്തമാവുന്ന ഒരു വ്യക്തിനെയാണ് കാളി. ഇപ്പോൾ ഈ 64 കലകൾ എന്ന് പറയുമ്പോൾ അതിലത്തെ ഒരു ഭാവം തന്നെയാണ് ലക്ഷ്മിയും, അത് തന്നെയാണ് കാളിയും. ഭഗവതിനെ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് പഞ്ചപ്രേത അസനസ്ഥിത എന്ന്. പഞ്ചപ്രേതങ്ങൾ എന്ന് പറയുന്നുണ്ട്, അത് 5 പ്രേതങ്ങളെ പറയുന്നുണ്ട്. എല്ലാവർക്കും അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗംഗാമ്മയാണ്. നമസ്കാരം ഗംഗാമ്മ. നമസ്കാരം. നമ്മൾ ഒരുപാട് ചർച്ചകൾ ഓരോ വിഷയത്തെ പറ്റിയും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് പ്രേക്ഷകർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ വീഡിയോകളുടെ അടിയിൽ വന്ന് ഒരുപാട് കമൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളോട് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും വളരെയധികം. ആദ്യം എല്ലാവരോടും നമസ്കാരം. അബാക് മീഡിയയുടെ പ്രേക്ഷകരോട് നമസ്കാരം. കാരണം ഒരു സാധാരണ സ്ത്രീ എന്നതിനേക്കാളുപരി എന്നെ ഏറ്റെടുത്ത കുറേ പേരുണ്ട്. ഞാനെന്ന വ്യക്തി കുറച്ച് കമൻറ്റ് നെഗറ്റീവായി വന്നാലും വളരെ പോസിറ്റീവായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തത്. അതൊരു സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ല, ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് പോകുന്ന ഒരാളുടെ അനുഭവങ്ങൾ ഇതൊരു നുണയല്ല, അല്ലെങ്കിൽ ഇതൊരു പക്ക ഒരു ഉടായ്പല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യുകയും വളരെ പോസിറ്റീവായിട്ട് എന്നോട് സംസാരിക്കുകയും ചെയ്ത ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർക്ക് എല്ലാവർക്കും നമസ്കാരം, നന്ദി. ബാക്ക് മീഡിയയിൽ കൂടെ എന്നെ ഏറ്റെടുത്തതിന് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം എന്നോട് വളരെയധികം നിങ്ങൾ ഷെയർ ചെയ്ത കമൻസിനെല്ലാം നന്ദി, നമസ്കാരം. കാരണം നമുക്ക് ആ പോസിറ്റീവ് വൈബ് തരുന്നതാണ്. ഓരോ കമൻറ്റും ഞാൻ നോട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ കമൻറ്റിൻ്റെ അടിയിൽ റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും ഞാൻ നോട്ട് ചെയ്തിരുന്നു. പക്ഷെ അതിൽ വന്ന 2-3 കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. 2-3 കമൻ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ വീഡിയോയിൽ, ഇപ്പോഴല്ല ഫസ്റ്റ് വീഡിയോയിൽ, ഞാൻ ആദ്യം വന്ന് ഇവിടെ എടുത്ത വീഡിയോയിൽ പറഞ്ഞു പട്ടും പൂവും പൊന്നും അതുപോലെ ഒക്കെ ചേർത്തി കഴിഞ്ഞാൽ ദേവി ആവില്ല എന്ന്. ഞാനിവിടെ വന്നിട്ട് ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ദേവിയാണ് എന്നുള്ളത്. ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ കാണാൻ നിങ്ങളെല്ലാവരും വരൂ, നിങ്ങളുടെ എല്ലാം രോഗം പ്രശ്നം ഞാൻ മാറ്റിത്തരാം, ഞാൻ ദേവിയാണെന്ന് എവിടെ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ദേവി എന്നുള്ളതാണ്. ഭഗവതിനെ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് പഞ്ചപ്രേത അസനസ്ഥിത എന്ന്. പഞ്ചപ്രേതങ്ങൾ എന്ന് പറയുന്നത് 5 പ്രേതങ്ങളെ പറയുന്നുണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനും രുദ്രനും സദാശിവനുമാണ് പഞ്ചപ്രേതം. അങ്ങനെയാണ് പറയുന്നത്. പഞ്ചപ്രേതാസനസ്ഥിത എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ മുകളിലാണ് പരമേശ്വരിയായ മഹാത്രിപുര സുന്ദരി സ്ഥിതി ചെയ്യണത്. ഈ സ്ഥിതി ചെയ്യണത് ആ ദേവിക്ക് അപ്പം മാതാവും ഇല്ല, പിതാവും ഇല്ല. കാരണം ഭഗവതി സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപിണിയായ ദേവി ജ്യോതി സ്വരൂപമാണ്. ആ ജ്യോതി സ്വരൂപിണിക്ക് മാതാവും പിതാവും ഇല്ല. അപ്പോൾ എവിടെ നിന്നാണ് ഏകം ഞാൻ എന്ന ബ്രഹ്മത്തിലാണ് ആ ദേവി സ്ഥിതി ചെയ്യുന്നത്. ദേവി എന്നെ പറയുന്നുണ്ട് ഞാനിതൊന്നുമല്ല, മറ്റൊന്നുമില്ല നൂനം സനാതനം. ഞാനൊന്നുമില്ല, മറ്റൊന്നുമില്ല നൂനം സനാതനം എന്നാണ് പറയണത്. അപ്പോൾ ഭഗവതിയുടെ പിന്നെ ഒരു കമൻറ്റ് കണ്ടത്, ഞാൻ സേവിക്കണത് ഇവർ കള്ളിയാണ്, ലക്ഷ്മീനെ സേവിക്കൂ, ലക്ഷ്മീനെ സേവിച്ചാൽ പ്രശ്നങ്ങളില്ല, എനിക്ക് ഒരു കമൻറ്റാണ്, അവരുടെ കമൻറ്റാണ്, എനിക്ക് സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന്. അപ്പോൾ അവർക്ക് ദേവിയെക്കുറിച്ച് അറിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഭഗവതിയുടെ 64 കലകളുണ്ട്. 64 കലകൾ എന്ന് പറഞ്ഞാൽ 64 യോഗിനി കലകൾ. ഈ 64 യോഗിനി കലകളിലത്തെ കല തന്നെയാണ് കാളിയും ലക്ഷ്മിയും അല്ല. അപ്പോൾ ഓരോ സ്വരൂപങ്ങൾ, അതെ, അതിലേക്ക് നമുക്ക് വരാം. കാളി ഭഗവതിയുടെ അതെങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ 64 കലകൾ എന്ന് പറയുമ്പോൾ അതിലത്തെ ഒരു ഭാവം തന്നെയാണ് ലക്ഷ്മിയും, അത് തന്നെയാണ് കാളിയും. അപ്പോൾ എന്തുകൊണ്ടാണ് ലക്ഷ്മീനെ, ഇപ്പോൾ രാഹുൽ ലക്ഷ്മീനെ എടുത്ത് പൂജിക്കുകയാണെന്ന് വിചാരിക്കും. രാഹുലിന് പേടിയാണ് എന്നേ ഞാൻ പറയുള്ളൂ കാളീനെ എടുത്ത് പൂജിക്കാൻ. കാരണം ലക്ഷ്മിയെ നമ്മൾ സേവിക്കുമ്പോൾ സദാസമയം നമ്മൾ സമ്പത്തിലും സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ഇരിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണല്ലോ ലക്ഷ്മീനെ സേവിക്കണത്.
ഭയമുള്ളവൻ ഒരിക്കലും, കാരണം സാമ്പത്തിക പ്രതിസന്ധി വരും, എനിക്ക് സമ്പത്ത് ഉണ്ടാവില്ല എന്നുള്ളൊരു ഭയത്തിൽ നിന്ന് മാറിയിട്ടാണ് ലക്ഷ്മി സദാസമയം എന്നോട് കൂടി കടാക്ഷിച്ചിരിക്കണം എന്നുള്ളൊരു തോന്നലാണ് ലക്ഷ്മീനെ സേവിക്കണത്. എന്നാൽ കാളിനെ സേവിക്കണവർ ധൈര്യം, തൻ്റെ ഇടം, ആർജവമുള്ളവരായിരിക്കും. കാരണം കാളി എന്ന് പറയുമ്പോൾ ആ കാളിയുടെ ഊർജം സ്വന്തം ശരീരത്തിലേക്ക് എടുക്കാൻ പ്രാപ്തമാവുന്ന ഒരു വ്യക്തിനെയാണ് കാളി കടാക്ഷിക്കുള്ളൂ, അനുഗ്രഹിക്കുള്ളൂ. കാളിയുടെ ശക്തി, കാളി എന്ന് പറയുമ്പോൾ ഭയക്കപ്പെടേണ്ട ദേവതയല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു കാർഡിലുള്ളൊരു വാക്ക് അത് തന്നെയാണ്. അജ്ഞതയെയും അന്ധകാരത്തെയും മാറ്റണ ഒരു സ്വരൂപമാണ് കാളി. കാളിനെ ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അന്ധകാരവും മാറ്റുന്നത് അജ്ഞ, അതാണ് അജ്ഞ. കാരണം കാളി എന്നുള്ളത് കറുപ്പ് അന്ധകാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അന്ധകാരത്തെ മാറ്റുമ്പോൾ അതാണ് കാളി. അല്ലാതെ കാളീനെ സേവിക്കുമ്പോൾ ആ ഊർജം എടുക്കാൻ പ്രാപ്തമായാലാണ് കാളി എന്നുള്ള ആ ദേവതാ ചൈതന്യം, യോഗിനി കല, ഭഗവതീനെ പറയേണ്ട യോഗിനി കലകൾ, അതായത് 64,000 കോടി യോഗിനികളാണ് ഈ ഭഗവതീനെ പൂജിക്കണമെന്ന് പറയുന്നുണ്ട്. അതും ഈ പഞ്ചപ്രേതാസനസ്ഥിതയായ ഭഗവതീനെ 64,000 കോടികൾ പറയുന്നുണ്ട്. മഹാചതുഷ്ടി കോടി യോഗിനി ഗണസേവിത എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. അപ്പം എത്ര കോടികളാണ്? അതിലത്തെ 64 കലകളാണ് ഇപ്പം ഞാനീ പറഞ്ഞത്. ഇതിൽ നിന്ന് 10 മഹാവിദ്യകളുണ്ട്. മഹാവിദ്യകൾ എന്ന് പറയുമ്പോൾ അതായത് ഭഗവതിയുടെ മൂർത്തമത്തായ 10 കലകൾ, അതായത് കലകൾ. ഈ മഹാവിദ്യ എന്നുള്ളതാണ് പിന്നീട് അതിനറിയപ്പെട്ടത്. അതെങ്ങനെയാണെങ്കിൽ, ദക്ഷയാഗ സമയത്ത് മഹാദേവൻ ദേവിയോട്, സതിയോട് പറയാണ് ദക്ഷയാഗത്തിന് പോവണ്ട എന്ന്. ദക്ഷയാഗത്തിന് പോവണ്ട എന്നുള്ള പറയുമ്പോൾ ഭഗവതി പറയുകയാണ്, എന്നെ തടയരുത്, എനിക്ക് പിതാവിൻ്റെ ഇതിലേക്ക് പോവണം എന്നുള്ളത് പറയുമ്പോൾ, സതിയോട് പോവണ്ടെന്ന് കഠിനമായ സ്വരത്തിൽ ശിവൻ പറയുമ്പോൾ ഭഗവതി ശരിക്കും സാക്ഷാൽ സ്വരൂപം കാണിച്ചു കൊടുത്തു. ഇതാണ് ഞാൻ, എന്നെ തടയാൻ ആരും വളർന്നിട്ടില്ല എന്നുള്ള ആ ശരിയായ സ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ സാക്ഷാൽ പരമശിവൻ പോലും ഭയന്നു എന്നാണ് പറയണത്. ഭയന്നപ്പോൾ മഹാദേവൻ ഓടിയപ്പോൾ ആദ്യം വന്ന വിദ്യ, ഭഗവതി നിന്ന് വന്ന ആ വിദ്യ കാളിയാണ്. ആദ്യത്തെ വിദ്യ തന്നെ കാളിയാണ്. ഭഗവതിയുടെ 64 കലകളിലത്തെ, അതുപോലെ 10 ദശമഹാവിദ്യയിലത്തെ ആദ്യ കല കാളിയാണ്. ഈ കാളി വന്നപ്പോൾ, കാരണം ഭഗവാൻ ഇങ്ങനെ ഓടുമ്പോൾ സതീദേവിക്ക് എന്നെ തോന്നി, ഇതെൻ്റെ പതിയാണ് ഈ ഓടുന്നത്, ഭയന്നിട്ട്, എന്നെ കണ്ട് ഭയന്നിട്ട്. അപ്പോൾ തടുക്കണം എന്ന് വെച്ചിട്ട് ആദ്യം വന്നു. രണ്ടാമത് അത് താരയാണ്. ഷോഡേശി, ബംഗ്ലാമുഖി, അങ്ങനെ 10 കലകളെ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടാണ് ഭഗവാൻ അവിടെ നിർത്തി. അപ്പോൾ ശങ്കര, ഇത് ഞാൻ തന്നെയാണ്. ആര് തന്നെയാണ്? സാക്ഷാൽ പരാശക്തി തന്നെയാണ്, ഭയക്കേണ്ടതില്ല, ഇതെൻ്റെ സ്വരൂപങ്ങളാണ്. ഇത് പിന്നീട് ദശമഹാവിദ്യകൾ എന്നറിയപ്പെടുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭഗവതിനെ അറിയാണ്ട് സേവിച്ച ഒരാളല്ല. അറിയാണ്ടാണെങ്കിൽ പോലും എന്നിലേക്ക് വന്ന ചൈതന്യം ഞാൻ അറിയാതെ ആണെങ്കിൽ പോലും പിന്നീട് അതിലേക്ക് ഞാൻ ഒരു ഗ്രന്ഥങ്ങളും തൊട്ടിട്ടില്ല. പക്ഷേ എന്നിലേക്ക് അറിവ് തന്നത് ഈ ഒരു ശക്തി സ്വരൂപിണിയ ദേവി ഭാഗവതത്തിലൂടെയും ദേവി ഗീതയിലൂടെയും മാത്രമാണ്. ഈ 2 പുസ്തകം എൻ്റെ കയ്യിലുള്ളൂ, ദേവി ഗീത, ദേവി ഭാഗവത, ദേഹി മഹാത്മ്യം. മഹാത്മ്യത്തിൽ 11-ാം അധ്യായത്തിൽ ഭയങ്കര ഇഷ്ടം, ഭഗവതിക്ക് ഉത്തമ ചരിതമാണത്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വായിക്കുക ഈ 2 ഇതാണ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളാണ് ഞാനീ പറയണത്. അപ്പോൾ മനസ്സിലാക്കിയത് ഞാൻ എന്താണെങ്കിൽ, ഈ കാളി തന്നെയാണ് ലക്ഷ്മി. അതായത് മഹാത്രിപുര ഭൈരവീനെ, മഹാത്രിപുര സുന്ദരീനെ ആരൊക്കെയാണ് സേവിക്കണമെന്ന് അറിയോ? ലക്ഷ്മിയും സരസ്വതിയും. ഇവർ 2 അപ്പുറത്തൊന്ന് ചാമരം വീശുണ്ട്. ബാക്കി അജിത വിജയകളായ മറ്റുള്ള ആൾക്കാരാണ് ഈ ദേവിനെ സേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭഗവതി എവിടെയാ? ഏതാണ് ഭഗവതി? ആരാണ് ഭഗവതിനെ താങ്ങിയിരുത്തിയേക്കണത്? അപ്പോൾ ഇതൊന്നും അറിയാത്ത ആൾക്കാർ അവരുടെ കമൻറ്റ്. പിന്നെ പറഞ്ഞു, ഈ പിന്നത്തെ ഒരു കമൻറ്റ് എന്താണെങ്കിൽ, എനിക്ക് ടാരോ എന്നുള്ള, ഞാനൊരു പ്രൊഫഷണൽ ടാരോ റീഡറാണ്. ഞാനാകെ എൻ്റെ മാസ്റ്ററുടെ അടുത്ത്, മെൻറ്ററുടെ അടുത്ത് ആകെ 3-4 മാസത്തെ, 1 മാസം 4 ക്ലാസ്, അങ്ങനെ 2 മാസം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ടുണ്ട് ടാരോയിൽ. ടാരോ എന്നുള്ളത് അതിബൃഹത്തമായ പദ്ധതിയാണ്. അപ്പോൾ എനിക്കൊരു ഫീസുണ്ട്, ഫിക്സഡ് ഫീസുണ്ട്. നമ്മുടെ നോർത്തിലൊക്കെ ഒരാൾക്ക് ഒരു സിറ്റിങ്ങിന് 15,000 രൂപയാണ് ഫീസ്. ഞാനിവിടെ 1000 രൂപയെ വാങ്ങണുള്ളൂ. ഈ 1000 രൂപ വാങ്ങുമ്പോൾ ഈ സ്ത്രീയുടെ കൂടെ കിടക്കാൻ പോലും, 2 മണിക്കൂർ കിടക്കാൻ പോലും 1000 രൂപ വേണ്ടല്ലോ എന്നൊരു കമൻറ്റ് കണ്ടു. ഞാനൊരു കാര്യം പറയണത്, സ്വന്തം മാതാവിനോട് പോലും ക്ഷയിക്കാൻ അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ഒരുത്തനെയാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ അതിന്, കാരണം കുറേ ആൾക്കാർ എൻ്റെ കൺസൾട്ടിങ് ഫീ, എനിക്ക് കൺസൾട്ടിങ് ഫീ ഉണ്ട്. കാരണം നമുക്കത് സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഞാൻ
ഏകദേശം ഒരു 500 ടാരോ റീഡിങ് നടത്തിയിട്ടുണ്ട് മിനിമം, പഠിച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് മുതൽ. അതിൽ 100 പേർക്ക് സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, എന്താണെങ്കിലും ഒരു കാര്യം കൊടുക്കുമ്പോൾ അതിനൊരു മൂല്യമുണ്ടാവും, അവരെ അത് അവർക്കതൊരു പ്രയോജനമില്ല. അതെ, അല്ല സൗജന്യമായിട്ട് കൊടുത്തു ആദ്യമൊക്കെ, ഇപ്പോഴല്ല. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ മോനോട്, ടാരോയുടെ ഗംഗാ ടാരോ ഡിവിനിറ്റി ഹീലിംഗ് ക്ലിനിക്ക് പറഞ്ഞിട്ടൊരു ചാനൽ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യം എന്നോട് ചോദിക്കാം സൗജന്യമായിട്ടെന്ന്. അങ്ങനെ ഏകദേശം ഒരു മാസം സൗജന്യമായിട്ട് ഇവർക്ക് ഞാൻ ടാരോ റീഡിങ് കൊടുത്തത് 100 പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ സാമ്പത്തികമായിട്ട് സ്റ്റെക്കാവുകയാണ്. കാരണം എന്താണെങ്കിൽ ഇവർ ലൈഫിലേക്ക്, ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക്, ഇവരുടെ അതുപോലെ തന്നെ കർമ്മയിലേക്കാണ് ഞാൻ ഇടപെടുന്നത്. അത് സൗജന്യമായിട്ട് എൻ്റെ ഊർജ്ജം അവിടെ പോകുമ്പോൾ എനിക്ക് സ്റ്റക്ക് എന്തായാലും വരും. അത് ഞാൻ മനസ്സിലാക്കിയോടെ അപ്പം സ്റ്റോപ്പ് ചെയ്തു. നമ്മളൊരു ഫിക്സഡ് ഫീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത്രയും നമ്മളിതിൽ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും എനിക്ക് സംസാരിക്കാതിരിക്കാൻ സമയം കിട്ടില്ല. മോൻക്കെന്നെ അറിയാലോ ഇതിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്നുള്ളത്. അപ്പം ഞാനൊരു നമുക്കൊരു സ്റ്റാഫിനെ വെച്ചു. ആ സ്റ്റാഫിന് നമുക്ക് സാലറി കൊടുക്കണം. അത് കൂടാണ്ട് എനിക്ക് കിട്ടിയ പൈസ, തുച്ഛമായ വരുമാനത്തിൽ നിന്ന് 2 സ്റ്റുഡൻസിന് നമ്മൾ ഈ വർഷത്തെ അവരുടെ അക്കാഡമിക് ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങിക്കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊന്നും പുറത്തുനിന്ന് ഒരാളെ കോൺട്രിബ്യൂഷനോട് കൂടിയിട്ടല്ല, നമ്മൾ ചെയ്യണതാണ്. നമ്മൾ കിട്ടുന്ന പൈസ കാരണം എല്ലാവരും പണപ്പെട്ടിയിൽ കാശ് നിറച്ച് വെച്ചിട്ടാണ് ചെയ്യുക. അത് നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്യുക. കാരണം അത് എനിക്ക് തോന്നി അങ്ങനെ ചെയ്യണം, വിദ്യാഭ്യാസത്തിന് കൊടുക്കണം. അത് പൈസ ആയിട്ടല്ല, നമ്മൾ അതിൻ്റെ ടൂളായിട്ടാണ്, സ്റ്റുഡൻറ്റിന് വേണ്ട മെറ്റീരിയൽസ് ടൂളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തോന്നി. പിന്നെ ഒരു കമൻറ്റ് വന്നത്, ഭഗവതിനെ വെച്ചിട്ട് കുറേ കോപ്രായങ്ങൾ എന്ന് പറഞ്ഞു. ഭഗവതിനെ വെച്ച് കോപ്രായങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അതിൽ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. കഴിഞ്ഞ 14 വർഷമായിട്ട് 2013 ഭഗവതി എൻ്റെ കൂടെ, എൻ്റെ ചൈതന്യമായിട്ട് എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് അസാധ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നമുക്കിവിടെ എടുത്ത് പറയാം. അതിൽ എന്നെ ചൈതന്യമുണ്ട്. കാരണം ഒരു ജീവൻ രക്ഷിക്കലാണ് പ്രധാനം, അല്ലാതെ കോപ്രായം പ്രധാനമല്ലേ. ഒരു ജീവൻ രക്ഷിക്കലാണ്. 2 കുട്ടികൾക്ക് ഒരേ സമയം ബാധ കയറി. മഹാമാന്ത്രികനായ ഒരു വലിയച്ഛൻ, അച്ഛൻ്റെ ഏട്ടൻ മഹാമാന്ത്രികന്, അച്ഛനും മാന്ത്രികന് ഒക്കെ അവരുടെ മാന്ത്രിക ഫാമിലിയാണ് അവരുടെ ഫാമിലി. പക്ഷേ അവരുടെ കുട്ടികൾക്ക് 2 കുട്ടികൾക്ക് ഒരേപോലെ എടുത്തി അനിയത്തിക്കും രാത്രി ഈ കുട്ടിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ട് നല്ല വിളിച്ചിട്ട് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് മേല് കയറിയിരുന്നിട്ടുള്ള അക്രമാസക്തമായ ഇതിലാണ് ഇവർ 2 കൈയും കാലും കൊട്ടിയിട്ട് 6 പേര് എന്നെ കാണാൻ കൊണ്ടുവരുന്നത്. ഈ 6 പേര് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഒന്നും ചെയ്യാൻ അവിടെ ഇല്ല എന്നുള്ളൊരു ഇതിൽ ഞാൻ എൻ്റെ കൈ പോയിട്ട് വെച്ചിട്ട് ഒരാളെ ബോധം കെടുത്തിയിട്ടു. കൈ തലയിൽ വെച്ചതും ഒരാൾ ബോധം കെട്ടു വീണു. അടുത്ത ആളെ ഞാനും എൻ്റെ ഹസ്ബൻഡും സാക്ഷിയായ കാര്യങ്ങളായി പറഞ്ഞു. വെറുതെ ഞാൻ ചുമ്മാ കാരണം ഇവരൊക്കെ അവിടെ ഉണ്ട്, അന്തരീക്ഷത്തിന് ആരും മാഞ്ഞു പോയിട്ടില്ല. ഞാൻ കള്ളിയാണോ, ഞാൻ ശരിയാണോ, ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ ഇവരെല്ലാവരും അവിടെ ഉണ്ട്. വേണമെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും അവിടെ പോയി അന്വേഷിക്കാം, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം. ഈ കുട്ടികളെ ഒരാളെ ബോധം കൊടുത്തു, അടുത്ത ആളെന്നെ എടുത്തു. ഇവരെന്താ പറയണമെങ്കിൽ ഞങ്ങൾക്ക് ശങ്കരനെ കൊല്ലണം. ശങ്കരൻ എന്ന് പറഞ്ഞാൽ ഈ വല്യച്ഛനാ, മാന്ത്രികനായ വല്യച്ഛനാ. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് ശരീരത്തിലുള്ളത്. അപ്പോൾ ഒരു തമിഴ്നാട്ടിലെ ഒരു ഇല്ലത്തെ, അതായത് ഒരു ബ്രാഹ്മൺ കുടുംബത്തിൽ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞു, മായാന്നോ എന്തോ മന്ദാകിനി അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈ അർദ്ധരാത്രി 1 മണി സമയമായിട്ടുണ്ട് ആവാഹനം. ആ സമയത്താണ് ആവാഹിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ധ്യയ്ക്ക് വന്നതാണ്. പക്ഷേ ഇവരെ ഒരാളെ എടുത്ത് അവരുടെ ഫുള്ളായി കഴിഞ്ഞ് അടുത്ത ആളെ എടുക്കുമ്പോൾ രാത്രി 1 മണിയാണ്. അപ്പോൾ അർദ്ധരാത്രി പറയേണ്ട ഈ ശങ്കരനെ ഞങ്ങൾക്ക് കാണണം, ഇപ്പോൾ അവിടെ വരുത്തണമെന്ന്.